ഹലോ ഗൈസ്. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ ഉറക്കത്തിന് വിളിച്ചുണർത്തിയത് തന്നെ ഫ്ലിപ്കാർട്ടിലാണ്. ഡെലിവറി ബോയാണ്. നമ്മൾ കുറേ സാധനങ്ങൾ കിട്ടി, അതൊക്കെ നമുക്ക് അൺബോക്സ് ചെയ്യണം. ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പം ആദ്യം തന്നെ ഞാൻ എണീറ്റ് തന്നെ ഫ്ലിപ്കാർട്ട് ബോയാണ് എന്നെ വിളിച്ചുണർത്തിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കുളിച്ച് ഫ്രഷ് ആകാം. അങ്ങനെ ഇന്നൊരു ഹെയർ കെയർ ആകാമെന്ന് കരുതി. എൻ്റെ ഹെയർ കെയർ എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ അമ്മമാരെ പോലെ, അമ്മമാർ നമുക്ക് ചെയ്തു തരുന്ന പോലെ എണ്ണ അപ്പം പോലെ തലയിൽ പറ്റിച്ച് വെക്കുക, എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഇനി നമുക്ക് സ്കിൻ കെയറിലോട്ട് കടക്കാം. ഇതാണ് എൻ്റെ ഫേസ് വാഷ്. ഇതൊരു ഫാർമസി പ്രൊഡക്റ്റാണ്. അങ്ങനെ മുഖമൊക്കെ കഴുകി പ്ലം എന്നൊക്കെയായി മുഖം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഓംലെറ്റും ഒരാപ്പിളുമാണ്. അങ്ങനെ അതൊക്കെ കഴിച്ചു. പിന്നെ അതിനുശേഷം ഇതെൻ്റെ സെക്കൻഡ് ഓൺ വോയിസ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. അതിനുശേഷം നമ്മൾ സ്കിൻ കെയറിലോട്ട് കടന്നു. സ്കിൻ കെയറിലാണെങ്കിൽ ഫസ്റ്റ് ഞാൻ എൻ്റെ മുടി ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയായിരുന്നു ഫാൻ. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഫസ്റ്റ് സ്റ്റെപ്പ് മോയ്സ്ചറൈസർ. അത് നമുക്ക് ഡോട്ട് പോലെ അപ്ലൈ ചെയ്യാം. നമുക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം. സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്നത് 3 ഫിംഗർ റൂൾസിലാണെന്ന് എല്ലാവരും പറയും. പക്ഷേ ഞാൻ എപ്പോഴും ഡോട്ട് തന്നെ ഇടാറുള്ളൂ. പിന്നെ ഈ സൺസ്ക്രീൻ ഞാൻ ഉപയോഗിക്കുന്ന സൺസ്ക്രീൻ മോളിക്കുലർ ബ്രാൻഡിൻ്റെ അത്യാവശ്യം ഹൈപ്പുള്ള ഒരു സൺസ്ക്രീനാണ്. അത് എനിക്ക് യൂസ് ചെയ്തിട്ട് എൻ്റെ അൺഈവൻ സ്കിൻ ടോണൊക്കെ ചേഞ്ച് ആണെന്ന് തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സൺസ്ക്രീനാണ്. പിന്നെ നമ്മൾ സൺസ്ക്രീൻ എപ്പോഴും മുഖത്തും കഴുത്തിലും ചെവിയിലും അപ്ലൈ ചെയ്യണം. പക്ഷേ ഞാൻ മുഖത്തും കഴുത്തിലും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് എൻ്റെ മുടിയൊക്കെ ഒന്ന് ഉണക്കട്ടെ. അതിനുശേഷം എന്തോ മറന്ന പോലെ ഉണ്ട്. അപ്പം അതെന്തോന്ന് നോക്കാൻ നമുക്ക്. അത് നമ്മുടെ ലിപ് ബാമാണ്. നമുക്ക് ലിപ് ബാം എടുത്തു. ലിപ് ബാമിന് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ടിൻഡർ ലിപ് ബാമാണ്, നിവ്യയുടെ. കുഴപ്പമില്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലിപ് ബാമാണ് കേട്ടോ. അങ്ങനെ ലിപ് ബാം ഇട്ട് കൊടുത്ത്, പക്ഷെ എന്തോ ഒരു മിസ്സിങ് പോലെ ഉണ്ടായിരുന്നു. ഞാൻ തപ്പുന്നത് അങ്ങനെ കിട്ടി നമ്മുടെ പൊട്ട്. അങ്ങനെ പൊട്ടം വെച്ച് കൊടുത്ത് ഇപ്പോൾ റെഡിയായി. നമുക്ക് മുടി ഒന്ന് ജസ്റ്റ് കെട്ടിവെക്കാം. പിന്നെ നമ്മൾ അടുത്തത് ഹെയർ സ്റ്റൈൽ നോക്കി. ഹെയർ സ്റ്റൈലാണെങ്കിൽ അത് വെറുതെ മുടിയെടുത്ത് കെട്ടി നോക്കി. പക്ഷെ എനിക്ക് എന്താ അതൊരു ഇഷ്ടപ്പെട്ടില്ല, തൃപ്തികരമായില്ല. പിന്നെ അഴിച്ചിട്ട് ഞാൻ എപ്പോഴും കെട്ടുന്ന പോലെ തന്നെ 2 സൈഡ് നേരെ നിറകിയിട്ടിട്ട് 2 സൈഡിൽ നിന്നും ഇച്ചിരി മുടി ഇട്ടിട്ട് ഒരു മുടിയിൽ തന്നെ ഒരു കെട്ടിട്ടിട്ട് അങ്ങനെ കെട്ടി. അപ്പോൾ ഓക്കെ. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വന്ന കുറച്ച് സാധനങ്ങളില്ലേ, അപ്പം അതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് പോരട്ടെ. ഫസ്റ്റ് ഞാൻ എടുത്തത് ഒരു യെല്ലോ ഷർട്ടാണ്. യെല്ലോ ഓവർ സൈസ്ഡ് ആയിട്ടുള്ളൊരു ഷർട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് യെല്ലോ ഷർട്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ അടുത്തൊരു ബ്ലൂ ജീൻസാണ്. അതും നല്ലതായിരുന്നു. അതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട്. സാധാ നമ്മൾ ജീൻസൊക്കെ വാങ്ങുമ്പം സൈസ് കറക്റ്റ് ആകുമെന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ കുഴപ്പമില്ല. പിന്നെ വന്നത് ഒരു ഫ്ലാറ്റ് ഫുഡ് വെയർ ആയിരുന്നു. അത് നമുക്ക് ഇപ്പം വെസ്റ്റേൺ വെയറിൻ്റെ കൂടെയും കാഷ്വൽ വെയർ ആയിട്ടും കൂടെ ഇടാനൊക്കെ പറ്റിയ ഒരു നല്ല ഫുഡ് വെയർ ആയിരുന്നു, നല്ലതായിരുന്നു. പിന്നെ ഞാൻ ആ ഷർട്ടൊക്കെ ഒന്ന് ഇട്ട് നോക്കി.
കറക്റ്റായിരുന്നു. പിന്നെ കുക്കിങ്ങിലോട്ട് കടന്നു. കുക്കിങ്ങിൽ കിഴങ്ങും വറുത്തെടുത്ത് മുട്ടയും ചിക്കി, പിന്നെ എൻ്റെ ഫ്രണ്ട് ഒരു രസവും ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമ കാണാനിരുന്ന്. എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തൊക്കെ പോയി. പിന്നെ ഞങ്ങൾ എപ്പോഴും അവൽ മിൽക്ക് കുടിക്കാനായിട്ടൊരു കടയിൽ പോകാറുണ്ട്. അപ്പം അങ്ങോട്ട് ഞങ്ങൾ പോയി. ഇതാണ് ആ കട. പിന്നെ അവിടെ ചെന്ന് അവൽ മിൽക്കൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഉണ്ടാക്കാൻ കഴിയാത്തപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ഇതാണ്, അവൽ മിൽക്കാണ്. പിന്നെ ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ചിരുന്ന് കുടിച്ച് ആകുമ്പം സമയമില്ലായിരുന്നു, പെട്ടെന്ന് പോകണമായിരുന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് നേരെ ഞങ്ങൾ ഇറങ്ങി അവിടുന്ന്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഒരു പച്ചക്കറി കടയിൽ കയറി അവിടുന്ന് സാധനങ്ങളും വാങ്ങിച്ച് നേരെ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ സഹാനി. പിന്നെ കുറച്ചുനേരം അവിടെയൊക്കെ നിന്നിട്ട് നേരെ മുകളിലോട്ട് പോയി. ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. ക്യാൻറ്റീൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.